കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും 2021 പ്രാരംഭ ദിവസം കർത്താവിന് മുമ്പിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കർത്താവിൻ്റെ മക്കൾക്കും ഗോസ്ബൽ TV പ്രേക്ഷകർക്കും യേശുക്രിസ്തു നാമത്തിൽ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുക. ഈ 2021 അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും വർഷമാക്കി ദൈവം തീർക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കാലം നമ്മുടെ മധ്യേ വ്യാപരിക്കട്ടെ. സ്തോത്രം. കഴിഞ്ഞ 2020 നോക്കാമെങ്കിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു വർഷമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പകർച്ചവ്യാധിയുടെ പിടിയിലായിരുന്ന ഒരു വർഷമായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വിടുവിച്ച് 2021 പ്രാരംഭ ദിവസം വലിയവനായ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു വർഷമായി തീരട്ടെ. രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നെടുവീർപ്പുകൾ, പകർച്ചവ്യാധികളൊന്നുമില്ലാത്ത ഒരു വർഷമാക്കി ദൈവം ഇന്ന് പകൽക്കാലം മുതൽ തീർക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്പസമയം ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം സ്തോത്രം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഇന്ന് പകൽക്കാലം നമുക്ക് വായിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വായിച്ചോ. മതി. ഇന്ന് പകൽക്കാലം നമുക്കിവിടെ വായിച്ചു കേട്ടത് എങ്ങനെയാണ്? സാറാബുകൾ സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുടെ ശബ്ദമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സാറാബുകൾ അവന് ചുറ്റും നിന്ന് ഒരുത്തനോട് ഒരുത്തൻ 6 ചിറക്. സാറാബിന് 6 ചിറകുണ്ട്. സ്തോത്രം. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് പാദം മറച്ചു, 2 കൊണ്ട് പറന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. 2021 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറയുവാൻ നമ്മുടെ അധരങ്ങൾ ഇന്നു മുതൽ ചലിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ നിർത്തിയ ദൈവം ഈ 2021 നിർത്തുവാൻ ദൈവം സർവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നു. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ സ്തോത്രം സിംഹാസനം, യഹോവയുടെ സിംഹാസനം ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്നത് അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോ അവിടെ നിന്നുകൊണ്ട് യെശയ്യാ പ്രവാചകൻ ശക്തമായി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സ്തുതിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണം ദൈവജനമേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചിറകുകൾ കൊണ്ട് പാദം മറച്ച് ചിറകുകൾ കൊണ്ട് മുഖം മൂടി, അത്ര ശക്തിയുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ സാറാബുകൾക്ക് ഈ കർത്താവിനെ കാണുവാൻ പോലും കഴിയാതെ അത്രവണ്ണം പരിശുദ്ധനായ അത്ര പവർഫുള്ളായ കർത്താവ് സ്തോത്രം. ആ കർത്താവിന്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് പറന്നുകൊണ്ട് സാറാബുകൾ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. സർവഭൂമിയും പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ ഹല്ലേലൂയ വളരെ പ്രൈസ് ദി ലോർഡ് വളരെ 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 ശക്തിയോടുകൂടി ഇവർ അങ്ങനെ പറയുകയാണ്. സർവഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ സാറാബുകൾ തയ്യാറായി. സ്തോത്രം. അതാണ് പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോഴും പഴയ നിയമം നമ്മൾ ശരിക്ക് പരിശോധിക്കുമ്പോഴും അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ ആർത്തു വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ എന്നെ ആർത്തു വിളിക്കും. ദൈവപൈതലെ ശ്രദ്ധിക്കണമേ. ദൈവത്തിന്റെ പൈതലായിരിക്കുന്ന ഒരു ദൈവപൈതൽ എപ്പോഴും ദൈവത്തെ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മൾ തയ്യാറായി മുമ്പിലോട്ട് വരുമ്പോഴാ ഒരു ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. 20-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു വരുമ്പോൾ അതിലെ ചില വാക്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്: ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തെ കീർത്തിക്കും. അവർ
കുനിഞ്ഞു വീണുപോയി, ഞങ്ങളോ നിവർന്നു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ, ആമേൻ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെ കണ്ട് നീ ഭയപ്പെടണ്ട. ആമേൻ, നിന്റെ മുമ്പിൽ വരുന്ന പ്രൈസ് നിസ്സാരമായ വാക്കുകൾക്ക് മുമ്പിൽ നീ പതറിപ്പോകേണ്ട. കാരണം സർവഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് എല്ലാ പ്രശ്നത്തെക്കാൾ എന്റെ കർത്താവ് വലിയവനാണ്. ഇപ്പോൾ വ്യാപരിക്കുന്ന വൈറസിനേക്കാൾ എന്റെ കർത്താവ് വലിയവനെന്ന് പറയുവാൻ നാം തയ്യാറാകുമ്പോഴാ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് സർവഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. അടുത്ത മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നിർത്തി വായിക്കണമേ. മൂന്നാമത്തെ വാക്യം. അപ്പൊ ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധ. ശ്രദ്ധിക്കണമേ. അപ്പൊ ഒരുത്തൻ ഒരുത്തനോട്, അപ്പോ അവിടെ സാറാബുകൾ തമ്മിൽ പറയുകയാണ്, യഹോവ ആരാ? പരിശുദ്ധൻ. അപ്പോ ഈ കർത്താവ് പരിശുദ്ധനായ ദൈവത്തെ, പരിശുദ്ധമായ നാമമായ ബൈബിൾ എടുത്ത് ഒരു വാക്ക് പറയണമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാ. പ്രൈസ് ദി ലോർഡ്. ഈ വേദപുസ്തകം എടുത്ത് ആരും തോറ്റുപോയിട്ടില്ല. ആമേൻ. വേദപുസ്തകത്തെ എടുത്ത ഒരു വ്യക്തി പോലും നശിച്ചു പോയിട്ടില്ല. വേദപുസ്തകം പറയുന്നത്, നിനക്ക് കഴിവുള്ളപ്പോൾ ഈ പുസ്തകം എടുക്കുമ്പോൾ, നിനക്ക് കഴിവ് കെടുമ്പോൾ, അഥവാ നീ ഒരു വാർദ്ധക്യത്തിലാകുമ്പോൾ ഈ പുസ്തകം നിന്നെ ചുമക്കുമെന്നാണ്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണം മാനിയ വ്യക്തിയെ, ഈ കർത്താവിന്റെ നാമത്തിൽ നീ കഴിക്കുന്ന ഓരോ യാഗങ്ങളും അത് 100% അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വേദപുസ്തകം എടുക്കാൻ ദൈവം തന്ന ബലത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ സ്തുതിക്കുകയാണ്. ഇല്ലെങ്കിൽ നാളുകൾക്ക് മുമ്പേ പട്ടുപോകേണ്ടതായിരുന്നു. സ്തോത്രം. ഈ കർത്താവിനെ കണ്ടുമുട്ടിയത് കൊണ്ട്, ഈ കർത്താവിനെ രുചിച്ചറിഞ്ഞത് കൊണ്ട്, ഈ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട്, സ്തോത്രം, നിന്നത് കൊണ്ട്, ഈ കർത്താവ് പരിശുദ്ധനെന്ന് അനേക ആയിരം പേരുടെ നടുവിൽ പ്രാഗൽഭ്യത്തോടെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഈ 2021 പറയാൻ കഴിയും, ഈ ദൈവം പരിശുദ്ധനാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം അശുദ്ധിയുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ദൈവമല്ല ഈ ദൈവം. ഹല്ലേലൂയ. മദ്യപിക്കാൻ ഷാപ്പിൽ പോകുമ്പോൾ കൂടെ വരുന്ന ദൈവമല്ല ഇത്. വ്യഭിചരിപ്പാൻ വ്യഭിചാരശാലയിൽ പോകുമ്പോൾ കൂടെ വരുന്ന ദൈവമല്ല ഇത്. നീ നുണ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ദൈവമല്ല ഇത്. സ്തോത്രം. നീ മറ്റ് ഇതര ഇടങ്ങളിൽ പോകുമ്പോൾ കൂടെ വരുന്ന ദൈവമല്ല ഇത്. ഈ ദൈവം വിശുദ്ധിക്ക് വേണ്ടിയും നിഷ്കളങ്കതയോട് കൂടെ ഇരിക്കുന്ന, ന്യായം പാലിക്കുന്ന ന്യായാധിപതിയായ ഒരു ദൈവമുണ്ടെങ്കിൽ ഈ പരിശുദ്ധനായ കർത്താവ് മാത്രമേ ഉള്ളൂ. സ്തോത്രം. സർവഭൂമി നിറഞ്ഞു നിൽക്കുവാൻ ഒരുത്തനോടൊരുത്തൻ. വായിച്ചാട്ടെ. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. അടുത്ത് പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പൊ നാലാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോ എന്നാർത്തു പറഞ്ഞ ശേഷം പറയുന്നു നാലാം വാക്യം, അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ശ്രദ്ധിക്കണം ദൈവവൈതലെ, നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഭവനത്തിനകത്ത് ശത്രു അടിസ്ഥാനമിട്ടിരിക്കുന്ന സകല അടിസ്ഥാന കല്ലുകളും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം ഇളകിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ശത്രു നിന്റെ കുടുംബത്തിൽ അനാവശ്യമായ അടിസ്ഥാന കല്ലുകൾ ഇട്ടെങ്കിൽ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പൂവും കൊണ്ട് നിറഞ്ഞു. ഏതാ ആലയം? നിന്റെ ഭവനമെന്ന ആലയത്തെ ദൈവം കൈകൊണ്ട് നിർമ്മിക്കപ്പെട്ട ആലയം. അത് മനുഷ്യനാണ്. നീ പറയുമ്പോൾ തന്നെ, നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ, നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ
കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഭൂകമ്പം വരാറുണ്ട്, ചില പട്ടണങ്ങൾ കുലുങ്ങാറുണ്ട്. ആമേൻ. യുദ്ധങ്ങൾ വരാറുണ്ട്, യുദ്ധ ശ്രുതികൾ കേൾക്കാറുണ്ട്, ചില അന്യാരാധന ശക്തികൾ എണീക്കാറുണ്ട്. ഇത് ഇന്ന് പകൽക്കാലം ചില അടിസ്ഥാന കല്ലുകൾ കുലുങ്ങി മാറാൻ പോകുകയാണ്. 2021 ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ചില അടിസ്ഥാന കല്ലുകൾ, ശത്രു ഇട്ട അടിസ്ഥാന കല്ലുകൾ, വേദപുസ്തകം പറയുന്നു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ കൈ തൊടാതെ ചില കല്ലുകൾ പറഞ്ഞു പോകുന്ന പകൽക്കാലം എത്ര ഈ പകൽക്കാലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ അമ്മ കരഞ്ഞില്ലേ, എന്റെ മോന് എങ്ങനെയെങ്കിലും ഒരു വഴി തുറക്കണം കർത്താവേ, വിദേശത്തേക്ക് ഒരു വഴി തുറക്കണമെന്ന് നിന്റെ അമ്മ കണ്ണിന് ഉറക്കം കൊടുക്കാതെ, ഭക്ഷണം കഴിക്കാതെ രാപ്പകൽ പ്രാർത്ഥിച്ച് നിനക്കൊരു വഴി തുറന്നു. ഇന്ന് നീ അമേരിക്കയില. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവൈദ്യരെ ചരിത്രങ്ങൾ കാളവണ്ടി ചക്രം പോലെ ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോ മാതൃസ്നേഹം എന്ന് പറഞ്ഞാൽ വേറൊരുത്തൊന്നും കിട്ടാത്തൊരു സ്നേഹമാണ് മാതൃസ്നേഹം. ഈ മാതാവ് നിനക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണുനീരുകൾ. സ്തോത്രം. നീ ഇന്ന് അമേരിക്കയില. അടുത്ത് പറയുകയാണ് മാതാവ്, കർത്താവ് എന്റെ മോനെ പിന്നെയും ഒരുത്തൻ കൂടെ ഉണ്ടല്ലോ, അവനെയും കൂടെ ഒരു വഴി ഒരുക്കി നീ കർത്താവ് വിദേശത്തെ അയക്കണമേ എന്ന് രാപ്പകൽ മാതാവ് പ്രാർത്ഥിച്ചു. ആ മാതാവിന്റെ പ്രാർത്ഥന കൊണ്ട് രണ്ടാമത്തെ മകനും ലണ്ടനിൽ പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ രണ്ടുപേരും വിദേശത്ത. പ്രൈസ് ദി ലോർഡ്. ഈ മാതാവ് ഒന്ന് വയസ്സാകുമ്പോൾ ഇതിനെ അനാശാലെ തള്ളിയിടുവാൻ, സ്തോത്രം, ഇതിനെ ഇവിടെ നിന്ന് മാറ്റിക്കളയുവാൻ അവർ അഹോരാർത്ഥം പണിപ്പെടുകയാണ്. സ്തോത്രം. ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മാതാവിനെ ഒന്ന് ബഹുമാനിച്ചില്ലെങ്കിൽ, നല്ല ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ, നീ പിന്നെ ആരെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. സ്നേഹിത, എന്നെ കേൾക്കുന്ന വാസ്തല ജീവിതമേ, നീ എത്ര കോടീശ്വരൻ എന്ന് പറഞ്ഞാലും നിന്റെ മാതാവിനെ സ്നേഹിച്ചില്ല എങ്കിൽ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. അല്ലയോ പാസ്റ്റർ, എനിക്കിപ്പോ കാറുണ്ട്, എനിക്ക് ബംഗ്ലാവുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ഓർണമെന്റ്സ് ഉണ്ട്, എനിക്ക് നല്ല കുടുംബജീവിതമുണ്ട്, എനിക്ക് നല്ല വസ്തുവകകളുണ്ട്, എനിക്ക് നല്ല പ്രോപ്പർട്ടികളുണ്ട്, എനിക്ക് നല്ല ബിൽഡിങ്ങുകളുണ്ട്, എനിക്ക് ഒന്നിനും കുറവില്ല. നിന്നോടാ ദൈവം പറയുന്നത്. വെളിപ്പാട് പുസ്തകം പറയുന്നു, നിനക്കെല്ലാം ഉണ്ടെന്ന് നീ പറയുന്നെങ്കിലും നീ ദരിദ്രനാണ്, നീ സമ്പന്നെന്ന് പറയുന്നെങ്കിൽ നീ അരിഷ്ടനാണ്, നീ നഗ്നനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഭൂവരപ്പിൽ എന്തുണ്ടെന്ന് നമ്മൾ സ്വമതയെ പറഞ്ഞാൽ നിനക്കൊന്നുമില്ല എന്നാണ് വചനം പറയുന്നത്. സ്തോത്രം. അപ്പൊ ഈ 2021 നിന്റെ തീരുമാനങ്ങളും പ്ലാനുകളും മാറ്റണം. നിന്റെ അപ്പനെയും അമ്മയെ നീ ബഹുമാനിക്കണം. നീ അപ്പനെയും അമ്മയെ നീ ബഹുമാനിച്ചാൽ ദീർഘായുസ് വരും, നിനക്ക് നന്മ വരും. 127 സങ്കീർത്തനം നമ്മൾ എന്ന് എടുത്തു വെച്ച് 127 സങ്കീർത്തനം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നിന്നോടൊന്ന് പകൽക്കാലം പറയുന്നത് നിനക്ക് ദീർഘായുസ് വരാൻ, നിനക്ക് നന്മ വരാൻ. സ്തോത്രം. സങ്കീർത്തനങ്ങൾ 127 128 നമ്മൾ ശക്തമായി പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മറ്റ് ഇതര വ്യക്തികൾക്ക് കിട്ടാത്ത ചില അനുഗ്രഹങ്ങളും ചില നന്മകളും നിന്റെ ജീവിതത്തിൽ തരണമെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ അപ്പനെ നീ ബഹുമാനിക്കണം, നിന്റെ അമ്മയെ നീ ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയോ രാത്രികൾ നിനക്ക് വേണ്ടി കരഞ്ഞതല്ലേ നിന്റെ അമ്മ. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ദൈവം എത്രയോ രാത്രികളും പകലും നിനക്ക് വേണ്ടി കരഞ്ഞു. നിനക്ക് വേണ്ടി രാപ്പകൽ കാത്തിരുന്ന ചോറും കോരി അടച്ചു വച്ചിട്ട് എന്റെ മോൻ വന്നോ വന്നോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി ഇപ്പൊ വാരും എന്ന് നോക്കിയിരുന്ന് എന്റെ മോൻ എവിടെയെന്ന് ഫോൺ ചെയ്യുമ്പോ അമ്മയുടെ ഫോൺ കാണുമ്പോ എടുക്കാൻ വയ്യ. സ്തോത്രം. ആ സമയത്ത് ആ ഫോൺ കട്ടാകുമ്പോ അടുത്തൊരു കോൾ വരും. അത് ആരെ കോളെന്നറിയാമോ? ഗേൾ ഫ്രണ്ടിന്റെ കോളാ. അതെടുക്കാൻ താല്പര്യമുണ്ട്. സ്വന്തം 10 മാസം ചുമന്ന് വളർത്തി നിനക്കൊരു വഴി ഒരുക്കാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ചു നിന്നെ അമേരിക്കയിലും ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്നെ അയച്ച് നിനക്കൊരു ജോലി തന്ന് നിനക്ക് ഊനമില്ലാതെ നിന്റെ രാപ്പകൽ നിനക്ക് വേണ്ടി കോട്ട കെട്ടി പ്രാർത്ഥിക്കുന്ന സ്വന്തം അമ്മ നിന്നെ രാത്രി വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ സമയമില്ല. കാലഘട്ടം മാറി, വേദപുസ്തകം മാറിയിട്ടില്ല. ഒന്ന് വായിച്ച സഹോദര. 127 സങ്കീർത്തനം ഒന്ന് വായിച്ചേ. ശ്രദ്ധിക്കണം. നിന്റെ വീട് പണിയണമെങ്കിൽ കർത്താവ് പണിയണം. നിന്റെ വീട് കർത്താവ് പണിയേണ്ടത്. കർത്താവ് നിന്റെ വീട് പണിതാൽ ഇവിടെ സാറാവ് പറയുന്നു അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഭവനം മൊത്തം നിറയും ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ഭവനം മൊത്തം നിറയണം. മക്കൾ ഉപേക്ഷിക്കട്ടെ, പ്രശ്നമില്ല. ഭാര്യ ഉപേക്ഷിക്കട്ടെ, പ്രശ്നമില്ല.
നിന്നെ വിളിച്ചത് ഭാര്യയും മക്കളുമല്ല, നിന്നെ വിളിച്ചത് ദൈവമാ. ദൈവസന്നിധി നീ നിൽക്കണം. പലതും നിന്നെ ഇങ്ങോട്ട് മാടി മാടി വിളിക്കും. അതാ പൗലോസ് പറയുന്നത്, ഞാൻ സകല രാഗമോഹങ്ങളെയും കൂടെ ഒരു വലിയ കുഴി വെട്ടി അതിനകത്ത് താത്തിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ അണ്ണാൻ മരത്തിൽ കയറുന്നത് പോലെ നീ നിന്റെ ഭാര്യയും കൂടെ വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ ബൈക്കിന്റെ ബൈക്കിന്റെ യാത്ര ചെയ്യുമ്പോൾ ഭാര്യ പിറകെ ഇരുന്ന് അണ്ണാൻ മരത്തിൽ പിടിക്കുന്നത് പോലെ കുറുക്കിൽ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് ആ സ്നേഹത്തോടെ ചില വാക്കുകളും പറഞ്ഞിങ്ങനെ പോകുമ്പോ ശത്രുവിന് പിടിക്കുന്നില്ല, അവന് ഇഷ്ടമില്ല. കാരണം അവൻ നല്ലൊരു കുടുംബജീവിതം കിട്ടിയല്ലോ, അവൻ നല്ലൊരു ഭാവി കിട്ടിയല്ലോ, അവന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയല്ലോ, അവന് കിട്ടാൻ യോഗ്യതയുള്ളവൻ അല്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന നിനക്ക് യോഗ്യതയില്ലല്ലോ. എടാ, അത് അവന്റെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ടാ അവന് കുടുംബജീവിതം കിട്ടിയത്. സ്തോത്രം. ആത്മാവിൽ പറയുക കേട്ടോ, ആത്മാവിൽ പറയുക. ഇന്ന് പകൽക്കാലം 21 നീ മാനസാന്തരപ്പെടണം. സാറാബുകൾ അവർ പറയുക, പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പോ 21 ദൈവത്തിന്റെ പൈതലെ ഒരു കുടുംബജീവിതം പ്രവേശിച്ച് കുടുംബമായി ബൈക്കിൽ ഇങ്ങനെ അവർ കാര്യങ്ങളും സന്തോഷിച്ച് അവരിങ്ങനെ പോകുന്ന വഴിക്ക് അവരെ തകർച്ച കാണുവാൻ നീ ആഗ്രഹിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് നീ ഇരുന്നെങ്കിൽ ആ എണ്ണ മാറ്റിക്കോ. 2021 ആ എണ്ണ നിന്റെ കണ്ണിൽ കുരുടാക്കാൻ പോകുകയാ. വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, സഭാപ്രസംഗിയുടെ പുസ്തകം വ്യക്തമായി പറയുന്നു, സ്തോത്രം, കിളിവാതിൽ കൂടെ നോക്കുന്നവന്റെ കണ്ണൊക്കെയും അന്ധമായി പോകും െന്ന് സഭാപ്രസംഗി വ്യക്തമായി പറയുന്നു. ആത്മാവ് തൊട്ടു പറയുക, ദൈവത്തിന്റെ ആത്മാവിൽ നീ മുമ്പിലോട്ട് വരുമെങ്കിൽ നിന്റെ തലമുറയുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിപ്പാൻ ശക്തൻ. സ്തോത്രം. ദൈവവേദലേ, ഒരു വാക്കുകൂടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളും പ്രൈസ് ദി ലോർഡ്, ഞാനും അടക്കം യേശുവിനെ അറിയുന്നപ്പോ ഒത്തിരി നുണകളൊക്കെ പറഞ്ഞവരാ അല്ലേ, ഒത്തിരി ഫോഷ്ക്ക് പറഞ്ഞവരാ. പക്ഷെ ഈ പ്രമാണത്തിലേക്ക് വന്ന്, ഈ ബൈബിളിലേക്ക് വന്നപ്പോ ബൈബിൾ പറയുന്നതെന്നറിയാമോ? സ്തോത്രം. നീ ഫോഷ്ക്ക് പറയുമ്പോ ശ്രദ്ധിക്കണം, ഈ പറയുന്ന ഫോഷ്ക്ക് നിന്റെ കുടുംബത്തിൽ പാർക്കും. സംഖ്യാപുസ്തകം ആമേൻ ഹല്ലേലൂയ, സെക്രിയാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഈ ഫോഷ്ക്ക് നിന്റെ വീട്ടിൽ പാർക്കും. പാർത്തിട്ട് ആ വീടിനകത്ത് താമസിക്കും നിന്റെ കൂടെ. കാരണം നീ ഫോഷ്കിന്റെ ആത്മാവല്ലേ. അപ്പൊ നിന്റെ വീട്ടിൽ താമസിച്ചിട്ട് നിന്റെ വീട്ടിനെ ഇടിച്ച് പൊളിച്ച് നിന്നെ അടിച്ച് തകർത്ത് എന്നിട്ട് ഈ ഫോഷ്കിന്റെ ആത്മാവ് അവിടെ നിന്ന് പോകും. അതുകൊണ്ട് ഇനി മേലെ നീ ഫോഷ്ക്ക് പറയരുത്. സ്തോത്രം, ഹല്ലേലൂയ. ആത്മാവിൽ തൊട്ടു പറയുകയാണ്, ഈ 2021 പുതിയ തീരുമാനത്തിലും പുതിയ പ്രതിഷ്ഠയിലും പുതിയ സമർപ്പണത്തിലും വരുമെങ്കിൽ നിന്നെ വാലല്ല തലയാക്കും സ്വർഗ്ഗത്തിലെ ദൈവം. ആക്കണമെങ്കിൽ ഇവിടെ വായിക്കുന്നത് 2ാമത്തെ വാക്യം വായിച്ചേ. സ്തോത്രം. അടുത്ത് നിങ്ങൾ അതികാലത്തെ എഴുന്നേൽക്കുകയും. അപ്പോ നന്നായി താമസിച്ച് കിടപ്പാൻ പോകുന്നതും വ്യർത്ഥമത്രേ. അടുത്ത്, തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. കാരണം നീ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിച്ചും ജാഗരിച്ചും മുമ്പിലോട്ട് വരുമ്പോൾ തന്റെ പ്രിയൻ ഉറക്കത്തിൽ കൊടുക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. ഇന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന കാട്ടുപോത്തിനെയാ. ചില ഞായറാഴ്ചകളിലൊക്കെ ചില സാക്ഷ്യം പറയും, ദൈവദാസനെ ഞാൻ സ്വപ്നം കണ്ടു. ദൈവദാസൻ വ്യാഖ്യാനിക്കണം. ഒരു ചക്ക പ്ലാവിൽ ഞെട്ടൊടുത്ത് താഴോട്ട് വരികയാ. ദൈവദാസൻ എന്ന് വ്യാഖ്യാനിക്കണം. സ്തോത്രം. ദൈവദാസൻ പണിപ്പെട്ടല്ലോ. ഇനിയിപ്പോൾ അത് വ്യാഖ്യാനിക്കണമെങ്കിൽ സഹോദരന്മാരെ ഒരു പ്രത്യേകിച്ച് ഒരു അഭിഷേകം പ്രാപിക്കണം. ചക്കയല്ലേ, അതിനകത്ത് ഇതെല്ലാം വ്യാഖ്യാനിക്കണ്ടേ? പൂഞ്ചി വ്യാഖ്യാനിക്കണം, കുരു വ്യാഖ്യാനിക്കണം, ചവിടി വ്യാഖ്യാനിക്കണം, ചൊള വ്യാഖ്യാനിക്കണം, കരിമുള്ള് വ്യാഖ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഒരു ദൈവദാസൻ വ്യാഖ്യാനിച്ച് വരുമ്പോൾ തന്നെ ഒരു ദിവസം എടുക്കും. ദൈവദാസൻ പറഞ്ഞു, ഒരു കാര്യം പറയട്ടെ സഹോദരി, സ്തോത്രം, കരിമുള്ള് നീ തന്നെയാ. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഇത്രയും പറഞ്ഞ ദൈവദാസൻ ആ ഭാവം വിട്ടു. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചു. ദൈവ പൈതൽ രാവിലെ പ്രാർത്ഥിച്ച് തുടങ്ങി രാത്രി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുമ്പോൾ അവൻ കാണുന്ന വെളിപ്പാട് സ്വർഗത്തിലെ ദൂതൻ യാക്കോബ് കണ്ട ദർശനം. ഗോവണി സ്വർഗത്തിൽ നിന്ന് അവൻ കിടക്കുന്ന അടുത്തേക്ക് ഇറങ്ങി വരികയാ. അവൻ കിടക്കുന്ന AC റൂമിലല്ല, അവൻ കിടക്കുന്നത് സ്തോത്രം ലൂസ് എന്ന പട്ടണത്തിലാണ്. സ്തോത്രം.
ഹല്ലേലൂയ, അവന്റെ ജ്യേഷ്ഠന്റെ അവൻ ഹല്ലേലൂയ അവന് പേടിച്ച് അവൻ ഓടുന്ന ഓട്ടത്തിൽ ലൂസ് എന്ന പട്ടണത്തിലേക്ക് എത്തി. അവിടെ എത്തി അവൻ രാപ്പാർക്കുമ്പോൾ കല്ല് തലകണയായി വെച്ച് കിടക്കുകയാ. സ്തോത്രം. അന്ന് ഡെല്ലഫിന്റെ മെത്തയോ തലകണയോ മറ്റൊന്നും അവിടെ കിട്ടിയില്ല. കരിങ്കല്ലെടുത്ത് തലകണയെ വെച്ച് കിടന്നപ്പോൾ ദൈവത്തിന് ദൂതൻ സ്വർഗത്തിൽ നിന്നൊരു ഗോവേണി ഭൂമിയിലേക്ക് ഇറക്കുകയാ. സ്തോത്രം. ആ ഗോവേണിയിൽ ദൂതന്മാർ കയറി ഇറങ്ങുന്ന ദർശനം അവൻ കണ്ടു. ആ പട്ടണത്തിന്റെ പേർ മാറി, ആ പട്ടണം ലൂസെന്ന് മാറി, അത് ബഥേലാക്കി. സ്തോത്രം. ഇന്ന് പകൽക്കാലം ചിലതിന്റെ പേരുകൾ മാറ്റണമെങ്കിൽ, നീ പാർക്കുന്ന പട്ടണത്തിന്റെ പേര് മാറണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം 128 സങ്കീർത്തനം വായിച്ച് 128 നീ പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ പട്ടണത്തിൽ വെളിപ്പെടണം. വായിച്ചാട്ടെ. യഹോവയെ നീ ആദ്യം ഭയപ്പെടണം. അടുത്ത്, അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അടുത്ത്, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അടുത്ത്, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത്. അപ്പൊ ഈ 2021 നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ഭാര്യ ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി പോലെയും, അടുത്ത് നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ ചെയ്യൽ പോലെയും ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത്, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. അപ്പോ 2021 ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാ. ഒരു വലിയൊരു അനുഗ്രഹം നമ്മുടെ മുമ്പിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുകയാ. ഈ കർത്താവ് നമ്മോട് ഇന്ന് പകൽക്കാലം ഇടപെട്ടത് ഹല്ലേലൂയ നമ്മൾ കർത്താവിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ പോകുകയാ. സ്തോത്രം. ആമേൻ. ഒരുത്തനോട് ഒരുത്തൻ ഇന്ന് പകൽക്കാലം പറയണം, എന്റെ കർത്താവ് പരിശുദ്ധൻ. കഴിഞ്ഞ 2020 ഒരുത്തനോട് ഒരുത്തൻ നുണ പറഞ്ഞെങ്കിൽ, ഒരുത്തനോട് ഒരുത്തൻ അപവാദം പറഞ്ഞെങ്കിൽ, ഒരുത്തനോട് ഒരുത്തൻ കാണുമ്പോൾ ഹല്ലേലൂയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞെങ്കിൽ 2021 പറയണം, കർത്താവ് പരിശുദ്ധനാ, കർത്താവ് പരിശുദ്ധനാ. കർത്താവ് പരിശുദ്ധനാ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ശ്രുതി കാണുന്ന കർത്താവിന്റെ മക്കൾ ശക്തമായി കർത്താവ് 2021 ഇതെന്റെ സ്തോത്രം ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ വർഷമാണ്, ഇതെന്റെ സ്തോത്രം വിടുതലിന്റെ വർഷമാണ് എന്ന് പറഞ്ഞ് കർത്താവിലേക്കൊന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് എന്റെ കുടുംബ ജീവിതത്തിനകത്ത്, ഇന്ന് എന്റെ തലമുറയില്, എന്റെ പ്രിയപ്പെട്ടവനില്, എന്റെ മിനിസ്ട്രിയില് ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. കർത്താവ് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഇന്ന് കാലം പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി കർത്താവെ സ്തുതിക്കുന്നു. ഇത് കാണുന്ന കർത്താവിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, ഗോസ്പൽ ചാനലിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ വർഷം അനേക സ്റ്റേറ്റുകളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന ഒരു ചാനലാക്കി ദൈവം തീർക്കുന്നതിനായി സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. ഈ ക്യാമറ കർത്താവെ നിയന്ത്രി കർത്താവിന്റെ മകനെ, കുടുംബത്തെ, തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ. ഇതിന്റെ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ. ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ഇതിന്റെ കർത്താവ് കർത്താവിന്റെ ദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ് എല്ലാം കൊണ്ട് ഈ വർഷം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കിയിരിക്കാൻ സ്തോത്രം. അങ്ങോട്ട് യാതന കേട്ടിരിക്കാൻ സ്തോത്രം. മഹത്വ തിരുമേനി എടുക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഹാപ്പി ന്യൂ ഇയർ. പ്രൈസ് ദി ലോർഡ്.